അങ്ങനെ ഫൈനലി നമ്മുടെ സാവുമാൻ എവിക്റ്റ് ആയിരിക്കുകയാണ്. അതായത് വളരെ ഒരു ഫെയർ ആയിട്ട് നടന്നൊരു എവിക്ഷൻ തന്നെയാണ് ഈ തവണ. അതായത് വോട്ടിങ്ങിൽ ഏറ്റവും അവസാനം നിന്നത് നമ്മുടെ സാവുമാൻ തന്നെയായിരുന്നു. പക്ഷേ ഈ തവണ ഹൗസ് മേറ്റ്സ് എല്ലാം പ്രതീക്ഷിച്ചത് നെവിനാണ് ഔട്ടാവുന്നത്. നെവിനും വിചാരിച്ച് നെവിനായിരിക്കും ഔട്ടാവുന്നത്, സാവുമാൻ സേവ്ഡ് ആവുന്നത് തന്നെയെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഇത്. പക്ഷേ ഫെയർ എവിക്ഷൻ തന്നെയായിരുന്നു. പക്ഷേ വോട്ടിങ്ങിലെല്ലാം പുള്ളിക്കാരൻ്റെ മിക്ക വോട്ടിങ്ങിലും അൺഒഫീഷ്യൽ പോൾസിലെല്ലാം പുള്ളിക്കാരൻ തന്നെയായിരുന്നു ഡേഞ്ചർ സോണിൽ നിന്നത്. എവിക്ഷൻ നമ്മൾ കണ്ട പോലെ തന്നെ പ്രമോയിൽ ഇവരെ 3 പേരെയും വെളിയിൽ നിർത്തും. അതിനുശേഷം ഒരാളെ ഇങ്ങനെ പുറത്താക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് കുറേ വട്ടം ബിഗ് ബോസ് പറ്റിച്ചായിരുന്നു. അതായത് ഗേറ്റ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ കുറേ ഒരു 3-4 വട്ടം ഇങ്ങനെ പറ്റിക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷമായിരുന്നു സാവുമാനെ എടുത്തുകൊണ്ട് പോയത്. വീട്ടുകാർക്ക് ഞെട്ടലുണ്ടായിരുന്നു. അതായത് എല്ലാവരും പ്രതീക്ഷിച്ചത് നെവിൻ പോകുന്നതായിരുന്നു പ്രതീക്ഷിച്ചത്. ചെറിയൊരു ഞെട്ടലുണ്ടായിരുന്നു. പക്ഷേ നെവിൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. നെവിൻ എല്ലാവരും പറയുന്നത് വെച്ചാൽ അക്ബറിൻ്റെ ഗ്യാങ്ങിൻ്റെ കൂടെ ഉള്ളവർ എല്ലാവരും ഔട്ടാവുന്ന അങ്ങനെയായിരുന്നു ഒരു വിശ്വാസം. അതായത് അക്ബറിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഔട്ടായിപ്പോയി, ഇനി നെവിൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ഇതായിരുന്നു ചിന്താഗതിയായിരുന്നു എല്ലാവർക്കും. പക്ഷേ ആ ഒരു രീതിയിൽ ആ കേഴ്സ് നെവിൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ആ കേഴ്സ് ഇല്ലെന്ന് അക്ബർ പറയുന്നുണ്ടായിരുന്നു. അതായത് എൻ്റെ കൂടെ നടന്നിട്ടല്ല നീ ഔട്ടാവാതിരുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു ഡിസിഷൻ തന്നെ. എനിക്ക് തോന്നുന്നു സാവുമാൻ അത്യാവശ്യം നല്ലൊരു ആൾ തന്നെയാണ്, നല്ലൊരു ക്യാരക്ടറുള്ള ആൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു പുള്ളിക്കാരൻ നെഗറ്റീവ് ഇല്ലാണ്ട് പോകുന്നത്. അത്യാവശ്യം പോസിറ്റീവായിട്ട് തന്നെയാണ് സാവുമാൻ ഔട്ടായിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ലാലേട്ടൻ നമ്മുടെ നെവിൻ്റെ മണി ബോക്സിൻ്റെ ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 1 ലക്ഷം രൂപയ്ക്കാണ് പ്രൈസ് മണി എന്ന് പറയുന്നത്. 1 ലക്ഷം രൂപയാണ്. അതായത് 10 കെട്ടുകളുണ്ട്, 10,000 രൂപയുടെ 10 കെട്ടുകളുണ്ട്. അങ്ങനെ 1 ലക്ഷം രൂപയുടെ ടാസ്ക് ആയിരുന്നു നെവിൻ കൊടുത്തത്. 1 മിനിറ്റിനുള്ളിൽ തിരിച്ച് കയറിയില്ലെങ്കിൽ നെവിൻ ഔട്ടായി പോകും. അത് ലാലേട്ടൻ പറയുന്നുണ്ട്, നെവിൻ എഗ്രീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നെവിൻ ആ ടാസ്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ നെവിൻ കറക്റ്റ് സമയത്ത് കയറുന്നുണ്ട്. കറക്റ്റ് ആ ബസ്സർ അടിക്കുന്ന സമയത്ത് തൊട്ട് മുന്നായിട്ട് കയറുന്നുണ്ട്. 5 4 3 2 1 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കയറുന്നുണ്ട് നെവിൻ അങ്ങനെ വിൻ ചെയ്ത് 50,000 രൂപയാണ് വിൻ ചെയ്തിരിക്കുന്നത്. 50,000 രൂപ വിൻ ചെയ്ത് എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അതായത് എങ്ങനെയുണ്ട്, സന്തോഷമായെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നെവിൻ പറയുന്നത് അങ്ങനെ വളരെ സന്തോഷമായെന്നൊക്കെ പറയുന്നുണ്ട് നെവിൻ. അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അതായത് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരും കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. നൂറ ഏകദേശം 50,000 രൂപ നെവിന് കൊടുത്തു. എല്ലാവരും കുറച്ച് അനീഷ് കൊടുത്തു. അനീഷ് 6,000 രൂപ കണ്ട് കൊടുത്തു. ഷാനവാസ് 4,500 രൂപ സംതിങ് കൊടുത്തു. അങ്ങനെ എല്ലാവരും കുറച്ച് കൊടുത്തു. ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമ്മുടെ നമ്മുടെ നെവിൻ്റെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ നടന്നതൊരു ഹാർട്ട് ടാസ്ക്കാണ്. അതായത് അത് ബേസിക്കലി നിങ്ങൾ ഇത്ര നാളിവിടെ നിന്നതിന് ശേഷം നിങ്ങൾക്ക് ആർക്കാണ് ഒരു ഹാർട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞൊരു ടാസ്ക്കായിരുന്നു വന്നത്. ആ ടാസ്കിനകത്ത് നമ്മുടെ അക്ബർ നെവിന് ഇത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അനുമോൾ നമ്മുടെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കുന്ന പോലെ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നടന്നത് ഒരു ബോർഡ് ഗെയിമാണ്. അതായത് ബോർഡ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവരുടെ പേരുള്ള കുറേ ബോർഡ്സ് വെച്ചിട്ടുണ്ടാകും. ആ ബോർഡിൻ്റെ അകത്ത് പല സെഗ്മെൻറ്റ്സ് ഉണ്ട്. അത് ഗെയിമർ, എൻ്റർടൈൻമെൻറ്റ്, സത്യസന്ധത, അങ്ങനെ കുറേ ഗെയിം ഇത് വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ആ ബേസിസിൽ ഇവർക്ക് റാങ്കിങ് ഉണ്ട്. 100 to 0, പിന്നെ നെഗറ്റീവ് റാങ്കിങ്ങും ഉണ്ട്. ആ ബേസിസിൽ റാങ്ക് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഒരു റാങ്കിങ്ങും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും റാങ്ക് ചെയ്യുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റാങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ചോദിച്ചത് മറ്റേ അക്ബറിൻ്റെ ഗ്യാങ്, അതായത് അക്ബറിൻ്റെ കൂടെ നടക്കുന്നവരെല്ലാവരും ഔട്ടായി പോകുന്നുണ്ടല്ലോ, അത് ശരിയാണോ, അങ്ങനെ പറച്ചിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അക്ബർ പറഞ്ഞോ ലാലേട്ടൻ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നെവിൻ ഈ തവണ പോകുന്നു, അങ്ങനത്തെ ഒരു ടോക്ക് ലാലേട്ടൻ ചോദിക്കും. പക്ഷേ അങ്ങനെയല്ല ലാലേട്ടൻ, അങ്ങനെയല്ല, എൻ്റെ കൂടെ നടക്കാൻ അങ്ങനെയൊന്നും ഇല്ലെന്ന് അക്ബർ പറയുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നല്ല രീതിയിൽ പോയി, എപ്പിസോഡ് നല്ല രീതിയിൽ പോയി. ഇനി നാളെ മിക്കവാറും നമ്മുടെ പഴയ കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രിയാണ് നടക്കാൻ പോകുന്നത്. അതായത് മിക്കവരും കയറി, അതായത് ഫ്ലൈറ്റ് കയറുന്നുണ്ട്. നമ്മൾ വിഷ്വൽസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നുണ്ട്, ഫ്ലൈറ്റ് കയറിയതിൻ്റെ ഇതിൻ്റെയൊക്കെ. ശരത്താണെങ്കിലും നമ്മുടെ സരിതയാണെങ്കിലും എല്ലാവരും കയറുന്നതിൻ്റെ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഉണ്ട്, വീഡിയോസ് കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ മിക്കവാറും നാളെ മിക്കവാറും ഇതാണ് മിഡ് വീക്ക് എവിക്ഷൻ കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് മിഡ് വീക്ക് എവിക്ഷൻ ആര് പുറത്ത് പോകുന്നു, മിക്കവാറും ഒരാൾ മിഡ് വീക്ക് എവിക്ഷനിൽ കൂടെ പുറത്ത് പോകും. പിന്നെ ഒരാൾ ഫിനാലിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ എന്നാണ് പോകുന്നത്. അതായത് ഇപ്പം നിലവിൽ 7 പേരുണ്ട്. അപ്പോൾ ഒരാളെ മിഡ് വീക്ക് എവിക്ഷനിൽ കൂടെ കളഞ്ഞിട്ട് മറ്റേ ആളെ ഫിനാലെ വീക്കിൻ്റെ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് ടോപ്പ് 5 ആയിട്ട് എടുക്കാനായിട്ട് ആ സമയത്ത് സ്പോട്ട് എവിക്ഷൻ ചെയ്ത് കളയും. അങ്ങനെയാണ് നോർമലി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നടന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം. നാളത്തെ എന്തായാലും മിക്കവാറും ഇവരുടെ റീ എൻട്രി തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം.